Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 6th സെമസ്റ്റർ എക്സാംസിൽ നാളെ നടക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് BCom സ്റ്റുഡൻസിൻ്റെ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായും ഓരോ പാർട്ടിലും പ്രതീക്ഷിക്കുന്ന റിപ്പീറ്റ് ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ, ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ചാനലിൽ നോക്കാം, പ്ലേലിസ്റ്റിൽ ഈ വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ദെൻ നമ്മളെപ്പോഴും ചെയ്യുന്നതാണ് എക്സാമിൻ്റെ തലേ ദിവസം ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻറ്റയർ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം BCom BBA സ്റ്റുഡൻസിന് അതുപോലെ തന്നെ MCom MBA സ്റ്റുഡൻസിനൊക്കെ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ വരാൻ പോകുന്ന ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിന്റെ ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് ആ സബ്ജക്റ്റിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ രണ്ട് സബ്ജക്റ്റുകളുടെ മിക്സ്ചർ കാണാൻ സാധിക്കും. ഓഡിറ്റിങ്ങിൻ്റെ എലമെൻസും ഉണ്ട്, അതുപോലെ തന്നെ അവിടെ കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ട്. ഒരു 3 മൊഡ്യൂള് ഓഡിറ്റിങ്ങും 2 മൊഡ്യൂള് വരുന്നത് കോർപ്പറേറ്റ് ഗവേണൻസിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ഗവേണൻസിലത്തെ ആദ്യമൊന്നും ഇതിൽ നിന്ന് അധികം ചോദ്യങ്ങൾ വരാറില്ല, ബട്ട് ഇപ്പോൾ അതിന് കുറച്ചും കൂടിയും ഇമ്പോർട്ടൻസ് കൊടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഏരിയാസ് അത് ഫോക്കസ് ചെയ്യുക. ഓഡിറ്റിങ്ങിൽ ഒരുപാട് വായിക്കാനുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അതിലും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും പുഷ്പം പോലെ പാസ്സാകാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് പാസ്സാകാൻ വേണ്ടത് 35 മാർക്കാണ് 100. സോ അതിൽ ഇന്റേണൽ മാർക്സ് 10 മാർക്ക് നിങ്ങൾ MCQ വഴി, അതല്ല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിനാണെങ്കിൽ, അതല്ലെങ്കിൽ റെഗുലർ സ്റ്റുഡൻസിനാണെങ്കിൽ അവരുടെ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടണം. മിനിമം 10 നമ്മൾ പ്രതീക്ഷിക്കുന്നു. ബാലൻസ് ഒരു 25 മാർക്ക് 80, അതിനേക്കാൾ കൂടുതൽ നമുക്ക് എങ്ങനെ മേടിക്കാൻ സാധിക്കും, അതിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളെ പാസ്സാകണമെങ്കിൽ പാർട്ട് എയിലും പാർട്ട് സിയിലോട്ടുമാണ് ഫോക്കസ് പോകണ്ടേ. സോ പാർട്ട് സിയിൽ നമുക്ക് 4 ചോദ്യങ്ങളുണ്ട്, അതിൽ 2 എഴുതിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് കൂടുതലാണ്. സോ നമുക്ക് essay നമ്മുടെ കയ്യിലോട്ട് കിട്ടാൻ കുറച്ചും കൂടി സാധ്യത അവിടെ കൂടുതലാണ്. സോ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് സബ്ജക്റ്റിൽ 4 essayയിൽ 3 essay ഓഡിറ്റിങ്ങിൽ നിന്നും ഒരൊറ്റ essay ആണ് കോർപ്പറേറ്റ് ഗവേണൻസിൽ നിന്നും കണ്ടുവരാറ്. സോ ഇതിൽ കോർപ്പറേറ്റ് ഗവേണൻസിൽ 2 മൊഡ്യൂളാണ്. ഓരോ പ്രാവശ്യവും ഏതെങ്കിലും ഒരു മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് മാറി മാറി ഇടാറാണ് പതിവ്. ദെൻ ഈ 2 മൊഡ്യൂളിൽ നിന്നും ചോദ്യങ്ങൾ അവർ ഇടാറുണ്ട്. ഒരു മൊഡ്യൂളിൽ നിന്ന് essay ഇട്ടാൽ മറ്റൊരു മൊഡ്യൂളിൽ നിന്ന് അവരത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലോട്ട് അവർ ആ മൊഡ്യൂളിലത്തെ ക്വസ്റ്റ്യൻസ് മാറ്റിയിടാറാണ് പതിവ്. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 4ൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് വരുന്ന 2 ടോപ്പിക്സ് ഉണ്ട്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മോഡൽസ്, തിയറീസ്. സോ അത് നമുക്ക് essayക്ക് ഇടാം, അതല്ലെങ്കിൽ അത് 5 മാർക്കിനെ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് essayക്ക് കോർപ്പറേറ്റ് ഗവേണൻസിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ്, അതിൻ്റെ മോഡൽസ്, തിയറീസ്. ദെൻ ഈ പറയുന്ന ലാസ്റ്റ് മൊഡ്യൂൾ ഉണ്ട്, അതിൽ മേജർ കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയർ ആണ്. നമുക്ക് ഒരുപാട് കേസ് സ്റ്റഡീസ് അതിൽ കാണാൻ സാധിക്കും. അത് 5 മാർക്കിൻ്റെയിലേക്കോ അല്ലെങ്കിൽ essayക്കോ നമുക്ക് പ്രതീക്ഷിക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസിൽ നിന്ന് ഒരു essay, അത് മൊഡ്യൂൾ നമ്പർ 4ൽ നിന്ന് മെജോറിറ്റി നമ്മൾ അതിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു essay നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇനി ഓഡിറ്റിങ്ങിൻ്റെ കേസിലോട്ട് പോവുകയാണെങ്കിൽ 3 മൊഡ്യൂളിൽ നിന്നും നമുക്ക് essay ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്പർ 1 ഓഡിറ്ററുടെ പ്രൊഫഷണൽ ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ്. പ്രൊഫഷണലും പേഴ്സണലും അതൊരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്.
അതുപോലെ തന്നെ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഓഡിറ്റർ മറ്റൊരു റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ് മറ്റൊരു റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. വൗച്ചിങ് മറ്റൊരു റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ ദെൻ ഓഡിറ്റ് ടെക്നിക്സ് മറ്റൊരു റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു 3-4 ടോപ്പിക് ഉണ്ട്. ഇതിൽ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ പറഞ്ഞ പ്രൊഫഷണൽ ക്വാളിറ്റീസ് ഓഫ് എൻ ഓഡിറ്റർ, അതുപോലെ തന്നെ നമ്പർ 2 റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ലയബിലിറ്റീസ് ഓഫ് ഓഡിറ്റർ. ഇതൊക്കെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടിക്കാണെങ്കിലും പെട്ടെന്ന് പിക്ക് ചെയ്യാൻ സാധിക്കുന്ന ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരു 2 വർഷത്തെ പേപ്പറിൽ 2-3 വർഷത്തെ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് എൻ ഓഡിറ്റർ ഈസ് എ വാച്ച് ഡോഗ് നോട്ട് എ ബ്ലഡ് ഹൗണ്ട് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും റിപ്പീറ്റ് ചോദ്യമാണ്. അപ്പോൾ ഞാൻ എസ്സേക്ക് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകളൊന്ന് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് 2 എസ്സേ, ഒരെണ്ണം കോർപ്പറേറ്റ് ഗവേണൻസിൽ നിന്നുള്ളതും അതല്ലെങ്കിൽ ഓഡിറ്റിങ്ങിൽ നിന്ന് തന്നെ 2 കിട്ടും. ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ 2 എസ്സേ ഈസി ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ 2 എസ്സേ എഴുതിയിട്ട് നിങ്ങൾക്ക് മിനിമം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് 10 മാർക്ക് അതിൽ നിന്ന് കിട്ടിയാൽ മതി. ബാലൻസ് നമുക്ക് പാർട്ട് എയിൽ 15 ചോദ്യങ്ങളിൽ നിന്ന് ഒരു 5-6 കിട്ടാൻ ഞാൻ ഓൾറെഡി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 മാർക്സിൻ്റെ ചോദ്യങ്ങളുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടും. ബിക്കോസ് അതിൽ നിങ്ങളൊരു 4 വർഷത്തെ പേപ്പർ എടുക്കുകയാണെങ്കിൽ റിപ്പീറ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഇന്റേണൽ കൺട്രോൾ, ഇന്റേണൽ ഓഡിറ്റ്, ഇന്റേണൽ ചെക്ക്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരുന്നുണ്ട്. ദെൻ എന്താണ് ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് ഗവേണൻസിന്റെ തിയറി അതെല്ലാ പേപ്പറിലും വരുന്നതാണ്. സ്റ്റുവർഡ്ഷിപ്പ് തിയറിയോ റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറിയോ അങ്ങനെ ഏതെങ്കിലും ഒരു തിയറി. ദെൻ വിസിൽ ബ്ലോയിങ് എന്താണ്? റിപ്പീറ്റ് ചോദ്യമാണ്. ഇൻസൈഡർ ട്രേഡിംഗ് എന്താണ്? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റിംഗ് അഗ്രിമെന്റ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. ഗ്രീൻ ഗവേണൻസോ ഇ ഗവേണൻസോ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. ദെൻ എല്ലാ പേപ്പറിലും ഏതെങ്കിലും 1-2 ഓഡിറ്റിനെ പറ്റിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റോ അതുപോലെ തന്നെ ഇന്റേണൽ ഓഡിറ്റ്, മാനേജ്മെന്റ് ഓഡിറ്റ്, കണ്ടിന്യൂസ് ഓഡിറ്റ്, അങ്ങനെ ഓഡിറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 2 മാർക്സിന് വരുന്ന മറ്റൊരു ചോദ്യമാണത്. ദെൻ വൗച്ചിങ്, വെരിഫിക്കേഷൻ, വാല്യുവേഷൻ, ഇതിലേതെങ്കിലും ഒരെണ്ണം 2 മാർക്സിന് വരാറുണ്ട്. ഓഡിറ്റ് ഇൻ ഡെപ്ത് എന്താണ്? 2 മാർക്സ് ചോദ്യം. ഓഡിറ്റ് പ്ലാനിങ് എന്താണ്? 2 മാർക്സ് ചോദ്യം. അതുപോലെ തന്നെ നമുക്ക് കോർപ്പറേറ്റ് ഗവേണൻസ് ഏരിയയിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളതാണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്താണ്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ്? കോർപ്പറേറ്റ് ഗവേണൻസിലെ CGR കോർപ്പറേറ്റ് ഗവേണൻസ് റേറ്റിംഗ് എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്താണ്? ദെൻ പലതരത്തിലുള്ള എറേഴ്സ് ഉണ്ട്. എറർ ഓഫ് പ്രിൻസിപ്പിൾ, എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് ഒമിഷൻ, ഇതിലേതെങ്കിലും ഒരെണ്ണം പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. ദെൻ ഓഡിറ്റിങ്ങിന്റെ ബേസിക്സ് ചോദിക്കാറുണ്ട്. ഓഡിറ്റിങ്ങിന്റെ ഏതെങ്കിലും 1-2 ലിമിറ്റേഷൻസോ അഡ്വാൻറ്റേജസോ ഒബ്ജക്റ്റീവ്സ് അതെടുത്ത് ചോദിക്കാറുണ്ട്. ഇങ്ങനെ 2 മാർക്സിൽ റിപ്പീറ്റ് ആയിട്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മിനിമം 15 എണ്ണത്തിലൊരു 6 എണ്ണം കിട്ടാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സോ ആ രീതിയിൽ നമുക്കൊരു 10 മാർക്കിനേക്കാൾ കൂടുതൽ അങ്ങനെ സ്കോർ ചെയ്യാനും സാധിച്ചാൽ എസ്സേയും അതുപോലെ തന്നെ പാർട്ട് എയും കൂടിയാൽ തന്നെ 20നേക്കാൾ കൂടുതൽ ഈസി ആയിട്ട് കിട്ടും. ദെൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെ നമുക്ക് 5 മാർക്കിൻ്റെയും പ്രതീക്ഷിക്കാം. അതെങ്ങനെയൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു എസ്സേക്ക് ഇപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിൽ നേരത്തെ പറഞ്ഞ ടോപ്പിക്ക്, അതല്ലെങ്കിൽ ഓഡിറ്റിങ്ങിൽ പറഞ്ഞ ടോപ്പിക്ക്, അത് തന്നെ പലതും 5 മാർക്കിൻ്റെയിൽ ഇടുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും 1-2 എല്ലാ പ്രാവശ്യം വരുന്നതാണ്. നമ്മൾ നേരത്തെ 2 മാർക്കിൻ്റെ പറഞ്ഞ ഇന്റേണൽ കൺട്രോൾ, ഇന്റേണൽ ചെക്ക്, ഇന്റേണൽ ഓഡിറ്റ്, ഇതിൻ്റെ ഒക്കെ ഡിഫറൻസ്, ഓഡിറ്റിങ്ങും ഇൻവെസ്റ്റിഗേഷനും തമ്മിലുള്ള ഡിഫറൻസ്, നേരത്തെ പറഞ്ഞ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ മോഡൽസ്, തിയറീസ്, ദെൻ ഏതെങ്കിലും ഒരു ഫെയിലിയർ, സത്യം കമ്പ്യൂട്ടേഴ്സോ കിങ്ഫിഷർ എയർലൈൻസിന്റെ ഒക്കെ ഏതെങ്കിലും ഒരു ഫെയിലിയർ, ഇതൊക്കെ 5 മാർക്കിന്റെ ചോദ്യമായിട്ട് എല്ലാ പേപ്പറിലും വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം, അതിന്റെ റീസൺ, ബോർഡ് കമ്മിറ്റി. അപ്പോൾ ഇതൊക്കെ നമുക്ക് എസ്സേക്കും 2 മാർക്കിൻ്റെയിലും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പല ചോദ്യങ്ങളും 5 മാർക്കിൻ്റെയിലും നമുക്ക് കാണാൻ സാധിക്കും. ദെൻ നിങ്ങൾക്കതിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യത എന്ന് പറയുന്നത് വൗച്ചിങ് വെരിഫിക്കേഷൻ. അത് വലിയൊരു ടോപ്പിക്കാണ്. ഒരുപാട് ഐറ്റംസ് വൗച്ചിങ്ങിൽ നമുക്ക് വരുന്നുണ്ട്.
അതുപോലെ തന്നെ വെരിഫിക്കേഷനിലും വരുന്നുണ്ട്. അപ്പോൾ വൗച്ചിങ്ങിൽ ഇപ്പോൾ ക്യാഷ് അറ്റ് ബാങ്കിൻ്റെയോ അതുപോലെ തന്നെ വെരിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരു ഐറ്റംസ് അതിൻ്റെ പ്രൊസീജിയർ ചോദിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വായിച്ചാലേ അതിലേതെങ്കിലും ഒരെണ്ണോ രണ്ടെണ്ണോ വരുമ്പോൾ എഴുതാൻ കിട്ടുള്ളൂ. അങ്ങനത്തെ ചോദ്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരാം. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസിലെ ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. അതിലേതെങ്കിലും ഒരു റിപ്പോർട്ട് എടുത്തിട്ട് 5 മാർക്കിൻ്റെ ചോദിക്കും. ഇപ്പോൾ കാഡ്ബറി റിപ്പോർട്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് 5 മാർക്സിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരിക. കാരണം ആ ടോപ്പിക്ക് കുറച്ചുകൂടി ഒരുപാട് വായിക്കാനുണ്ട്. ബട്ട് അതിലേതെങ്കിലും ചെറിയൊരു എലമെൻ്റ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ കുറേ വായിച്ചതിന് ശേഷം മാത്രം 5 മാർക്കിൻ്റെയിലേക്ക് വളരെ ചെറിയൊരു ഏരിയ നമുക്ക് ലഭിക്കുള്ളൂ. അങ്ങനത്തെ ഏരിയാസാണ് 5 മാർക്കിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരിക. ബാക്കിയൊക്കെ ചിലപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ 5 മാർക്കിൻ്റെ ഒരു 8 ചോദ്യത്തിലൊരു 3 ചോദ്യങ്ങളൊക്കെ 3 4 വരെ ചിലപ്പോൾ വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഒരു 4 എണ്ണമായിരിക്കും ചിലപ്പോൾ നമുക്ക് കുറേ വായിച്ചിട്ട് കുറച്ച് മാത്രം കിട്ടുന്ന ചോദ്യങ്ങൾ വരാറ്. അപ്പോൾ ഞാൻ ഓൾറെഡി അവിടെയും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ്. അതല്ലെങ്കിൽ SAക്ക് നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളും 2 മാർക്സിനെ പറഞ്ഞതൊക്കെ പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ഇതിലും കാണാം. അപ്പോൾ നമുക്കറിയുന്ന പോലെ പാർട്ട് ബിയും നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്ത എല്ലാ ചോദ്യങ്ങളും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ പഠിക്കുന്ന കുട്ടിക്കാണെങ്കിലും പാസ്സാകാൻ സാധിക്കും. ഞാൻ പറഞ്ഞു കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പലതും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആ ചോദ്യങ്ങളിലോട്ട് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്താൽ നിർബന്ധമായും പാസ്സായിരിക്കും. അത് മാത്രമല്ല നിങ്ങളുടെ ഉള്ള ഫർദർ ഡൗട്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ ഈവനിങ് 7 മണിക്ക് ലൈവ് ഇടുന്നുണ്ട്. അപ്പോൾ ക്വിക്ക് റിവിഷനാണ് ഉദ്ദേശിക്കുന്നത് എൻ്റയർ സബ്ജക്റ്റ്. നിങ്ങൾ അതും കൂടി അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും കോൺഫിഡൻസ് ലഭിക്കും. ഓക്കെ, സോ ഈ രീതിയിലുള്ളൊരു അപ്രോച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക. നിർബന്ധമായി നിങ്ങൾ പാസ്സായിരിക്കും കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈവനിങ് ലൈവ് അറ്റൻഡ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.